നമ്മുടെ മനസ്സിലൂടെ എന്താ കടന്നു പോകുന്നത്? ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതെ. അതും പ്രത്യേകിച്ച് ഇനി മരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരാളെ കൊണ്ടുവരാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ ആൾക്കാരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോ നമുക്ക് എന്താ തോന്നുന്നത്? ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണോ, സന്തോഷാണോ, എന്താ നമുക്ക് സ്വയം? അത് നേരത്തെ ഡെന്റിസ്റ്റായി വർക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം മിസ്സിംഗ് ആയിരുന്നു. അത് ഇവിടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉം, ഉം. അവിടെ ആ സ്പേസ് ഫീൽ ആവുന്നുണ്ട്. അതായത് എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇപ്പം വീണയ്ക്ക് ഇപ്പം ആങ്കറിങ് ചെയ്യുമ്പം ഉള്ള ഒരു ഹാപ്പിനെസ് ഇല്ലേ, ആ ഒരു ഇന്നർ ഹാപ്പിനെസ്. പിന്നെ ആൾക്കാരുടെ ലൈഫിൽ മാറ്റം വരുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു പാർട്ടാവും എന്ന് അറിയുമ്പോൾ തന്നെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ് ചെയ്യുക. ഈശ്വര, ആദ്യം തന്നെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. കാരണം ഞാൻ വളരെ ഇൻസൾട്ട് ചെയ്ത് വളർന്നു വന്ന ആളാണ്. കാരണം എവിടെ എനിക്ക് സക്സസ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വന്നപ്പോഴാണ് എല്ലാവരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കാരണം നമ്മളെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിൽ നമ്മൾ ജീവിക്കുമ്പം ആൾക്കാരെ നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങും, അപ്രിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഒരു വളരെ മോശം അവസ്ഥയിലാണ് കടന്നു പോകുന്നത്, ആൾക്കാരെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു ജോബ് നിങ്ങൾക്ക് സ്യൂട്ടല്ല. അതിനേക്കാൾ വലുത് എന്തോ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ആ ജോലി നിങ്ങൾക്ക് സ്യൂട്ടല്ല, അതിലും വലുതും എന്തോ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് തേടി പോവുക? ഇത് ഞാനിപ്പോ എങ്ങോട്ട് പോയാലാണ് ഇത് ശരിയാവുക എന്ന് പറഞ്ഞാൽ മറ്റേ ഇരുട്ടി തപ്പുന്ന അവസ്ഥയില്ലേ? ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലെ ഒരു 90% ആൾക്കാരുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെയുള്ള മെന്ററിന്റെ ഹെൽപ്പ് വേണ്ടത്. റൈറ്റ് ആയിട്ടുള്ള വേ പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞത് 4 ഏരിയ ആണ്: ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി. ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, ഇത് 4 പില്ലേഴ്സ് ആണ്. ഇത് 4ഉം ബാലൻസ് ആയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ലൈഫ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ് ആവാൻ പറ്റുള്ളൂ. സക്സസ് ആവാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ സക്സസ് എന്ന് പറയുന്നത് മനസ്സമാധാനമായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്, ഹാപ്പി ആയിട്ട് ഇരിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക, പ്രസന്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. ആ പ്രസന്റിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി സക്സസ്ഫുൾ ആണ്. അല്ലേ? അതെ.